സിഗ്നേച്ചർ ലേണിംഗിന്റെ മറ്റു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഹൈലി എക്സൈറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ തുള്ളി ചാടാനുള്ള ഹാപ്പിനെസ്സോടെയാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജൂൺ 10-ാം തീയതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇലക്ട്രീഷ്യൻ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയാണ്. അപ്പോ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ KCB ഇലക്ട്രിസിറ്റി വർക്കർ ഇല്ലേ, അതിന്റെ എക്സാക്ട്ലി സെയിം സിലബസ് ആണ്. എന്റെ സന്തോഷത്തിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ സിഗ്നേച്ചർ ലേണിംഗ് അതിനു വേണ്ടി ഒരു കംപ്ലീറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ മൊത്തം 10 മൊഡ്യൂളുകൾ അല്ലെങ്കിൽ 2 മൊഡ്യൂൾ ഫിനിഷ് ആയിട്ടുള്ളത്. ഈ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മൊത്തം 10 മൊഡ്യൂളിൽ നിന്നായിട്ട് എത്ര ക്വസ്റ്റ്യൻ? 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, അങ്ങനെയാണ്. നമുക്ക് ഇപ്പോ സിഗ്നേച്ചർ ലേണിംഗിന്റെ കോഴ്സിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷൻ, അതായത് 2 മൊഡ്യൂളാണ് ഫിനിഷ് ആയിട്ടുള്ളത്. ഈ ആദ്യത്തെ 20 ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നിങ്ങളെ ആ 2 മൊഡ്യൂളിൽ പഠിപ്പിച്ചതാണ്. അതായത് നമ്മുടെ ക്ലാസ് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഫുൾ മാർക്ക് കിട്ടും. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? അതിന്റെ പുറകുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ നോട്ടും കണ്ടന്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 5 മണിക്കൂറിലധികം ഞാൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പോസിബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത്, ടെക്സ്റ്റ് അനലൈസ് ചെയ്ത്, നിങ്ങളുടെ ITയിലെ ടെക്സ്റ്റ് അനലൈസ് ചെയ്ത്, മറ്റു പോസിബിൾ ടെക്സ്റ്റ് അനലൈസ് ചെയ്ത്, ഏതൊക്കെ വഴിയിൽ നിന്നും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാമെന്ന് അനലൈസ് ചെയ്ത്, അതിന്റെ ഡെപ്ത് വളരെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് വളരെ കൃത്യമായിട്ട് ബാലൻസ്ഡ് കണ്ടന്റ് ആണ് തരുന്നത്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാരി വലിച്ചാൽ നിങ്ങളെ പഠിപ്പിക്കില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ വിട്ടു പോകത്തുമില്ല. അതായത് അനാവശ്യ കണ്ടന്റ് നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ സമയം ആവശ്യമുള്ള കണ്ടന്റ് പഠിച്ചൂടെ. അതുകൊണ്ട് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, സിലബസ് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റിലാണത്. എന്ന് വെച്ചാൽ ഈ എക്സാം നടന്ന മെനിങ്ങാന്നാണ് നടന്നത്. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതിന്റെ 2 ദിവസം മുമ്പാണ് എക്സാം നടന്നിട്ടുള്ളത്. അതിനും ഒരാഴ്ച മുമ്പേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2 മൊഡ്യൂളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ആ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? തുടങ്ങാമല്ലോ അല്ലേ നമുക്ക്? യെസ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണേ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. മെറ്റൽസ് നല്ല ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ശരിയാണോ? ശരിയാണ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. തെറ്റാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത്, ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. ശരിയാണോ? ശരിയാണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനലാണ് ഫ്ലോ ചെയ്യുന്നത്. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അടുത്തെന്താണ്? കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഈസ് അസ്യൂംഡ് ടു നെഗറ്റീവ് ടു പോസിറ്റീവ്. അല്ലല്ല, തെറ്റാണിത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് വെച്ചാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കോപ്പർ ഈസ് മോർ കണ്ടക്റ്റീവ് ദാൻ സിൽവർ. അതും തെറ്റാണ്. സിൽവർ ആണ് ബെസ്റ്റ് കണ്ടക്ടർ. ആ ലിസ്റ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓർമ്മ വേണ്ട? ക്ലാസ് കണ്ടവർക്കറിയാം. ഞാൻ കണ്ടക്ടിവിറ്റിയുടെ ഓർഡർ തന്നെ കൃത്യമായിട്ടുണ്ട്. ആർക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി, അത് കഴിഞ്ഞ ആർക്കാണ് കണ്ടക്ടിവിറ്റി, അത് കഴിഞ്ഞ ആർക്കാണ് കണ്ടക്ടിവിറ്റി, കൃത്യമായി ഓർഡർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ആൻസർ എന്താണ്? 3 and 4 ആണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ എക്സാമിനാണ് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എനിക്കറിയാം ഇപ്പോഴത്തെ മാറി വരുന്ന ട്രെൻഡ് അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യിപ്പിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If dash electrons per second pass through a conductor having 1 ohm resistance എന്തുണ്ട്? 1 ohm with a potential difference of 1 volt. Potential difference എന്തുണ്ട്? 1 volt ആണ്. Passes 1 ampere current. 1 ampere current. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. Q is equal to Ne. N എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ? Q/E ആണ്. അല്ലേ? ഇവിടെ Q എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ചാർജ് ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. 1 ആംപെയർ എന്ന് വെച്ചാൽ 1 കൂളം പെർ സെക്കൻഡ് ആണ്. 1 ആംപെയർ എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ 1 കൂളം ചാർജ് പാസ് ചെയ്യുന്നതാണ് അർത്ഥം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത് തന്നിട്ടില്ലേ? കറണ്ട് എന്ന് വെച്ചാൽ 1 ആംപെയർ ആണെന്ന്. കറണ്ട് 1 ആംപെയർ ആണ് എങ്കിൽ അവിടുത്തെ ചാർജ് എത്രയായിരിക്കും? 1 കൂളം ആയിരിക്കും. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചേ, 1 ആംപെയർ എന്ന് വെച്ചാൽ എന്താണ്?
1 കൂളം/സെക്കൻഡ് ചാർജ് ആണ്. ഒരു സെക്കൻഡിൽ 1 കൂളം ചാർജ് ഒഴുകുന്നപ്പോഴാണ് എന്ത് പറയുന്നത് 1 ആംപിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് പോകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സെക്കൻഡിലെ ചാർജ് എത്രയാ 1 കൂളം. എന്തുകൊണ്ടാണ് 1 കൂളം ആയത് 1 ആംപിയർ കറണ്ട് ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് കിട്ടും Q/E ആണ്. പക്ഷെ Q എന്ന് വെച്ചാൽ 1 കൂളം അല്ലേ 1/E എന്താണ് E എന്ന് വെച്ചാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചാർജ് ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 1.6 × 10⁻⁻19 കൂളം. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ 6.24 × 10⁻18 കിട്ടും. ഓക്കെ അല്ലേ, ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ. ഇത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് പലർക്കും ബുദ്ധിമുട്ടാണ്. അവർക്ക് വേണ്ടി നമ്മുടെ കോഴ്സിനകത്ത് നമ്മുടെ ആപ്പില് കോഴ്സിനകത്ത് ബേസിക്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. ബേസിക്സ് നിങ്ങൾക്ക് എന്താണ് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന ബേസിക്സ് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബേസിക്സ് എന്നുള്ള ഫോൾഡറിനകത്ത് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. Then the electron configuration of copper atom. Copper atomത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ക്ലാസ് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ഇത് ആറ്റത്തിന്റെ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല് ആ സ്ട്രക്ചർ ഒക്കെ വരച്ചാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ വരെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ആറ്റം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏതൊരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറിയണമെങ്കിലും ആദ്യം അറിയേണ്ടത് അറ്റോമിക് നമ്പർ ആണ്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ 29 ആണ്. ഇനി കോപ്പറിന്റെ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണ് 2, 8, 18 അങ്ങനെയല്ലേ ഫില്ല് ചെയ്ത് പോകുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഓർഡർ 2n² ആണ്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഇക്വേഷൻ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും 2 × 1². ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ വീണ്ടും പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ക്ലാസ് കാണാം. ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലാസ് കാണണേ. 2n². രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും 2 × 2² എന്ന് വെച്ചാൽ എത്രയാ 8. മൂന്നാമത്തെ ഷെല്ലാണെങ്കിലോ 2 × പോരട്ടെ 3² അല്ലെ എന്ന് വെച്ചാൽ 2 × 9 എന്ന് വെച്ചാൽ 18. മൂന്നാമത്തെ ഷെല്ലോ 2 × 4² അല്ലെ 2n² ആണ്. 4² എന്ന് വെച്ചാൽ എത്രയാ 16. 16ന്റെ ഇരട്ടി 32. അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോകുന്നത് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിടാം മൊത്തം 29 ഇലക്ട്രോൺ ആണ് കോപ്പറിനുള്ളത്. അതിൽ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു ഒന്നാമത്തെ ഷെല്ലിന് കൊടുത്തു, K ഷെല്ലിന് കൊടുത്തു. 8 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിന്. ബാക്കി 18 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിന്. എത്ര ഇലക്ട്രോൺ ആയി 8 × 2 = 10. അപ്പൊ 28 ഇലക്ട്രോൺ ആയി. ഇത്രയായപ്പോ തന്നെ 28 ഇലക്ട്രോൺ ആയി. ഇനി എത്ര ഇലക്ട്രോണേ ഉള്ളൂ? നമ്മുടെ മൊത്തം 29 ഇലക്ട്രോണേ ഉള്ളൂ. ഇത്രയായപ്പോ തന്നെ 28 ഇലക്ട്രോൺ ആയി. ഇനി എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ 1 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? നമ്മുടെ ലാസ്റ്റ് ഷെല്ലിൽ കൊടുക്കും. 32 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനില്ല, 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ കോൺഫിഗറേഷൻ. നമ്മുടെ കോപ്പറിന്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ 2, 8, 18, 1 അല്ലെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അറ്റോമിക് നമ്പർ 29 ആണെന്ന് അറിയാവുന്നവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഗറേഷനോ ഇക്വേഷനോ ഒന്നും അറിയാതെ പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 29 കിട്ടിയാൽ മതി. നിങ്ങൾ നോക്ക് 8 × 2 = 10, 13 പറ്റൂല. 8 × 2 = 10, 1, 11 പറ്റൂല. 8 × 2 = 10, 2, 12 പറ്റൂല. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. 29 കിട്ടണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലെ. ജസ്റ്റ് കൂട്ടി നോക്കിയാൽ മതി, കിട്ടും. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ആൻ ഇൻസുലേറ്റർ? നമ്മുടെ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൈക്കയാണ്. ഓക്കെ അല്ലെ. യുറേക്ക അല്ല, യുറേക്ക അലോയ് ആണ്, നിക്രോമോ അലോയ് ആണ്, ലെഡ് അല്ല, മൈക്കയാണ് ഇൻസുലേറ്റർ. ഓക്കെ അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ? തന്നിട്ടുള്ള ഏതാണ് ട്രൂ എന്നുള്ളതാണ്. ഓൺ മോൾട്ടൺ സോൾഡർ ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ലെഡ് കണ്ടന്റ് ഈസ് റെഡ്യൂസ്ഡ്. ലെഡ് ആണോ ടിൻ ആണോ റിപ്പീറ്റഡ് മെൽറ്റിംഗ് ഉണ്ടാകുമ്പോൾ റെഡ്യൂസ് ചെയ്യുന്നത്? അത് ടിൻ കണ്ടന്റ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഓൺ മോൾട്ടൺ സോൾഡർ ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ടിൻ കണ്ടന്റ് ഈസ് റെഡ്യൂസ്ഡ്. അതാണ് കറക്റ്റ്. അടുത്ത്, ഡിപ്പ് സോൾഡറിംഗ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക്. ഒത്തിരി ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ ടിന്നിങ് വർക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഹൈ ക്വാളിറ്റി ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡിപ്പ് സോൾഡറിംഗ് ആണെന്ന് ഡിപ്പ് സോൾഡറിംഗ് ടെക്നിക്ക് പഠിപ്പിച്ചപ്പോഴത്തേക്കാരും ഞാൻ ഒരു പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? അത് ശരി തന്നെയാണ്. അടുത്ത, സോൾഡറിംഗ് ഓഫ് കോപ്പർ കണ്ടക്ടേഴ്സ് ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ സോൾഡറിംഗ് ഓഫ് അലുമിനിയം. അല്ലല്ല, തെറ്റാണ്. കോപ്പർ ആണ് സോൾവ് ചെയ്യാൻ എളുപ്പം. കോപ്പർ എളുപ്പവും അലുമിനിയം ഡിഫിക്കൽട്ടും ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതിൽ എന്താ കറക്റ്റ്? 2 ഉം 3 ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ ഇല്ലേ? യെസ്. ഓക്കെ അല്ലേ.
ഇപ്പൊ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന എക്സാംസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആൾറെഡി തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അല്പം കൂട്ടും കേട്ടോ നമ്മുടെ കോഴ്സിൽ. ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒത്തിരി കൂടുതലാണ്. അടുത്ത് ആറാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വയറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ ഞാൻ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ വയർസ് ആൻഡ് കേബിൾസ് ഫസ്റ്റ് മൊഡ്യൂളിൽ എടുത്തു. പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക നമ്മുടെ വയറിംഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ് അടുത്ത് വരുന്ന മൊഡ്യൂളിലാണ് ഉള്ളത്. അപ്പൊ മറ്റൊരു മൊഡ്യൂളിലായിരിക്കും നിങ്ങൾക്ക് ഇതെടുക്കുക. ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന 2-3 സെക്ഷൻസ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇനി അടുത്തതേപോലെ മാറ്റി വെച്ചിരിക്കുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടർ എന്നുള്ള വേർഡ് ഫസ്റ്റ് മൊഡ്യൂളിലുണ്ട്, പക്ഷെ ഞാൻ അവിടെ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടർ എടുക്കാത്ത? സെമി കണ്ടക്ടറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും സെമി കണ്ടക്ടേഴ്സ് എടുക്കുക കേട്ടോ. ഇതിന്റെ ആൻസർ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ് കേട്ടോ. 12.96 ആണ്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലെ? ആ സെക്ഷൻ പഠിപ്പിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലെ? പഠിപ്പിച്ചിട്ട് എന്ന് പറയുമ്പോൾ അടുത്ത സെക്ഷനിലാണ് എടുക്കുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ എന്താണ്? ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ. സിലിക്കണും ജെർമേനിയം ഒക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞു പോയതാണ്. നമ്മുടെ കണ്ടക്ടേഴ്സ് ആവണമെങ്കിൽ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിരിക്കും? അതായത് മൂന്നോ അതിൽ താഴെയോ. ഇൻസുലേറ്റർ ആണെങ്കിലോ 5ഓ അതിലധികമോ. ഇനി സെമി കണ്ടക്ടറിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാ? 4 ഇലക്ട്രോൺ ആയിരിക്കണം. ഓക്കെ അല്ലേ? 4 ഇലക്ട്രോൺ ആണ്. അതായത് സിലിക്കണും ജെർമേനിയവും സെമി കണ്ടക്ടേഴ്സ് ആണ്. രണ്ടിന്റെയും വാലൻസ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. 4 ആണ് ആൻസർ. സിലിക്കണിന്റെയും 4, ജെർമേനിയന്റെയും 4. ഓക്കെ അല്ലേ? സോ അടുത്തെന്താണ്? ഫോർ സെമി കണ്ടക്ടേഴ്സ്. ഇതും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫോർ സെമി കണ്ടക്ടേഴ്സ് റെസിസ്റ്റൻസും ടെമ്പറേച്ചർ നമ്മൾ റിലേഷൻ ആണ്. സെമി കണ്ടക്ടറിന്റെ കേസിൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. അതേസമയം കണ്ടക്ടേഴ്സിലാണെങ്കിലോ നമ്മള് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് പറഞ്ഞില്ല, ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അല്ലേ? ഇനി അടുത്ത 2 വയേഴ്സ് ഓഫ് ലെങ്ത് ആൻഡ് ഈക്വൽ റെസിസ്റ്റൻസ്. അതായത് 2 വയേഴ്സ് ഉണ്ട്, അതിന്റെ ലെങ്തും സെയിം ആണ്, റെസിസ്റ്റൻസും സെയിം ആണ്. ലെങ്തും സെയിം ആണ്, റെസിസ്റ്റൻസും സെയിം ആണ്. ദ റേഷ്യോ ഓഫ് ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. A1/A2 തന്നിട്ടുണ്ട്. എത്രയാ A1/A2? എത്രയാ? 3/5. 3:5 എന്ന് വെച്ചാൽ 3/5 ആണ് കേട്ടോ. A1:A2 എന്ന് വെച്ചാൽ 3:5 ആണ്. അപ്പൊ A1/A2 എന്ന് വെച്ചാൽ 3/5 ആയിരിക്കും. Then the ratio of their specific resistance. Specific resistance റെസിസ്റ്റിവിറ്റി ആണ്. RL/A യിലെ റെസിസ്റ്റിവിറ്റി ഞാൻ പറഞ്ഞുതരാം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ρL/A. അതിൽ സംശയമില്ലല്ലോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ലെങ്തും റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റോ ഈക്വൽ ടു RA/L എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. റോ ഈക്വൽ ടു RA/L എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ലെങ്തും റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് അല്ലേ? ഒന്നുകൂടെ, ലെങ്തും റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, പറയൂ, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ρ1/ρ2 എന്തായിരിക്കും? A1/A2 ആയിരിക്കും. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളേ? A1/A2 ആണ് ρ1/ρ2 എന്ന് വെച്ചാൽ. ρ1/ρ2 A1/A2 തന്നെയാണ്. A1/A2 തന്നിട്ടുണ്ട്. എത്രയാ? 3/5 ആണ്. A1/A2 3/5 ആയതുകൊണ്ട് ρ1/ρ2 എന്ത് തന്നെ ആയിരിക്കും? 3/5. അതിന്റെ കാരണം രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. ഹാപ്പി? ആൻസർ ഇവിടെ 3/5 ഇല്ലേ? ഉണ്ട് 3:5. തെറ്റല്ലേ? യെസ്. ഇനി അടുത്തെന്താ? വിച്ച് ഈസ് പ്രൊവൈഡഡ് above the metallic sheet in UG cable. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? UG കേബിളിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിപ്പിച്ചത് വളരെ കൃത്യമായിട്ട്. UG കേബിളിന്റെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതില് എന്താ? UG കേബിളില് മെറ്റാലിക് ഷീറ്റിന്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ബെഡിങ് ആണ്. ഓക്കെ അല്ലേ? അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആർമറിങ് വരുന്നത്. ആ സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ നിങ്ങള്. ആ സ്ട്രക്ചറിന്റെ ബേസിൽ അമ്മാതിരി ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ദി സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ. സ്പെസിഫിക് റെസിസ്റ്റൻസിന് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? നമുക്കറിയാം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ρL/A ആണ്.
ഇതിലെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ലെങ്ത് വരും, ഏരിയ വരും, കൈൻഡ് ഓഫ് മെറ്റീരിയൽ വരും, എല്ലാം വരും. ഓൾ ഓഫ് ദി അബോ ആയിരിക്കും ആൻസർ. പക്ഷെ ഇവിടെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൈൻഡ് ഓഫ് മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ലെങ്തിനെയും ഏരിയയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാ? എന്താണ്? കൈൻഡ് ഓഫ് മെറ്റീരിയലും പിന്നെന്താണ്? ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലെങ്തിന് ഏരിയ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡി അല്ല, ഡി ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അടുത്ത്, കിർച്ചോഫ് കറണ്ട് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു. കിർച്ചോഫ് കറണ്ട് റൂൾ എന്തിന് മാത്രമാണ് ആപ്ലിക്കബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിർച്ചോഫ് കറണ്ട് റൂൾ ആപ്ലിക്കബിൾ ജംഗ്ഷൻസ് ഇൻ നെറ്റ്വർക്കിനാണ് ആപ്ലിക്കബിൾ. കിർച്ചോഫ് വോൾട്ടേജ് റൂൾ ആണെങ്കിലോ? കിർച്ചോഫ് വോൾട്ടേജ് റൂളിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ക്ലോസ്ഡ് ലൂപ്പിനാണ്. അപ്പൊ ഇത് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് വെച്ചാൽ കിർച്ചോഫ് വോൾട്ടേജ് റൂളാണ്. കറണ്ട് റൂള് ജംഗ്ഷനിലാണ്. ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടും ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്ന കറണ്ട് വേഗത്തിലായിരിക്കും. സെറ്റ് അല്ലേ? ഇനി വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ദ റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽസ് ഈസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്യുവർ മെറ്റൽസിന്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നതാണ്? അയ്യോ, ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ നേരത്തെ ചോദിച്ചേ? ഫോർ സെമി കണ്ടക്ടർ റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഒരു സിംഗിൾ ക്ലാസ്, അരമണിക്കൂറിന്റെ ഒരു ക്ലാസ് ഞാൻ എടുത്തതിന് 2 ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? നമ്മളിങ്ങനെ പഠിപ്പിച്ച അതേ സെക്ഷനിൽ നിന്നും എല്ലാ ക്വസ്റ്റനും ചോദിക്കുമ്പോഴല്ലോ നമ്മുടെ അധ്യാപക എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഒരു ക്ലാസ് ചെയ്തിട്ട് എന്താ പറയാ, ഓരോ അതിനെ ബേസ് ചെയ്യുന്ന ഓരോ എക്സാമും ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പഠിപ്പിച്ചത് ക്വസ്റ്റ്യൻസ് വരുന്നെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. പക്ഷെ അതിനേക്കാൾ നമുക്ക് തുള്ളിച്ചാടാൻ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ പഠിപ്പിച്ചത് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ള എക്സൈറ്റ്മെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു പ്യുവർ മെറ്റലിന്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നതാണ്? പ്യുവർ മെറ്റൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒന്നും സംശയിക്കേണ്ട, റെസിസ്റ്റൻസ് കൂടും. സെമി കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വീണ്ടും നിങ്ങളൊന്നും സംശയിക്കേണ്ട, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? സെമി കണ്ടക്ടറിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, പ്യുവർ മെറ്റലിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആരും കൂടും, റെസിസ്റ്റൻസും കൂടും. ഓക്കെ അല്ലേ? അടുത്തെന്താണ്? സാധാരണ ക്വസ്റ്റ്യൻ. എ ലെഡ് ആസിഡ് സെൽ ഈസ് റീചാർജബിൾ ബിക്കോസ്. അയ്യോ, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമല്ലേ? കെമിക്കൽ ആക്ഷൻ ഈസ് റിവേഴ്സിബിൾ അല്ലെ? കെമിക്കൽ ആക്ഷൻ നോൺ റിവേഴ്സിബിൾ ആണെങ്കിൽ, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ പ്രൈമറി സെല്ലായിരിക്കും. എന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റൂല. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. ക്ലോക്കിന് കിട്ടുന്ന ബാറ്ററി ഇല്ലേ, അതെന്ന് വെച്ചാൽ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അത് പ്രൈമറി സെല്ലാണ്, റീചാർജ് ചെയ്യാൻ പറ്റൂല. ഇനി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയുടെ സെക്കൻഡറി ബാറ്ററിയുടെ പ്രത്യേകത എന്താണ്? കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ലിഥിയം സെല്ല്? ഞാൻ നിങ്ങൾക്ക് ടേബിൾ ആയിട്ട് തന്നതാണ്. 2.5 വോൾട്ട് ആണ്. അതിന് ചിലപ്പോൾ വാല്യൂവിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പല സെല്ലിനും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. കാരണം ചാർജിങ് ഡിസ്ചാർജിങ് ടൈമിൽ ഒരു റേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. നമുക്ക് തന്നിട്ടുള്ളതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എഴുതുക എന്നുള്ളതാണുള്ളത്. അപ്പൊ ഇവിടെ 2.5 വോൾട്ട് ആണ്. അടുത്ത, വാട്ട് ഈസ് ദ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് കോപ്പർ? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇത് ടേബിൾ ആയിട്ട് തന്നതാണ്. ഇതാ നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി തന്ന ഹാൻഡ് റിട്ടൺ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് നോട്ട് ചെയ്യുന്നുണ്ട്? ക്ലാസ് നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടിലും ഞാൻ ക്ലാസ് നോട്ടിലും ഹാൻഡ് റിട്ടൺ നോട്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. ടേബിൾ ആയിട്ട് തന്നെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഉണ്ട്. കോപ്പറിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എത്രയാ? 0.3293. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. യെസ്, 0.329. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അടുത്ത്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് LDR, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെമി കണ്ടക്ടർ പറയുമ്പോഴത്തേക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിലെ സെമി കണ്ടക്ടർ ആ പോർഷനും സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും എടുത്തില്ല. കാരണം LDR അഥവാ ലൈറ്റ് ഡിപെൻഡന്റ് സെൻസർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. സെമി കണ്ടക്ടറിനെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിൽ സെമി കണ്ടക്ടർ എന്താണെന്നും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നും എല്ലാം നിങ്ങളെ പഠിപ്പിച്ച് സെറ്റ് ആക്കിയതിനു ശേഷമേ ഞാൻ നിങ്ങളെ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊടുകയുള്ളൂ. ഓക്കെ അല്ലേ? അത് LDR സെമി കണ്ടക്ടർ പഠിച്ചതിന് ശേഷം പഠിക്കാൻ വച്ചിരിക്കുന്നതാണ്. യെസ്. അടുത്ത് 18ാമത്തെ ക്വസ്റ്റൻ എന്താണ്? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് അല്ല സെഡിമെന്റേഷൻ ഓൺ ലെഡ് ആസിഡ് ബാറ്ററീസ് ഒക്കേഴ്സ് ഡ്യൂ ടു. ഞാൻ ക്ലാസ് എടുത്തത് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഡിഫക്റ്റിനെ ബേസ്ഡ് ആണ്. ഡിഫക്റ്റിനെ ബേസ്ഡ് പല ക്വസ്റ്റിനും 2, 3, 4 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ അവർ തിരിച്ചിട്ടില്ല. സെഡിമെന്റേഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററീസ് ഈസ് ഡ്യൂ ടു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഏത് ടേബിൾ ആയിട്ട് എന്താ ഇവിടെ എഴുതുന്നത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് തന്ന ക്ലാസ് നോട്ടാണിത്. സെഡിമെന്റേഷൻ കാരണം എന്താണ്? ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ് ഈസ് എ മേജർ കോസ് ഓഫ് സെഡിമെന്റേഷൻ. നോക്കൂടെ,
സെഡിമെന്റേഷന്റെ കാരണം എന്താണ്? ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ്. ഞാൻ എന്താണോ നിങ്ങൾക്ക് നോട്ടിൽ തന്ന ആ വേർഡ് തന്നെ അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അടുത്ത് 19. സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ ഓർഡർ ടു. സെല്ല് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലേ? സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വെച്ചാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. സെല്ല് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കറണ്ട് എസ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി. സീരീസും പാരലൽ കണക്ട് ചെയ്യുന്നത് രണ്ടും കൂട്ടാൻ വേണ്ടി. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്? എന്തിനാ? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ 2-3 എടുത്ത് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ എഴുതിയിട്ടുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെ, സീരീസ് എവിടെ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും യൂസ്ഡ് വെൻ ഹയർ വോൾട്ടേജ് റിക്വയർഡ്. എത്ര തവണ ഞാൻ ഈ നോട്ടിനകത്ത് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടുന്നു എഴുതിക്കണം നോക്കണേ. വോൾട്ടേജ് ഇൻക്രീസസ് 1. അടുത്ത വോൾട്ടേജ് ഇൻക്രീസസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2. വീണ്ടും ഇതിനുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും, ഇൻക്രീസ് ആവും. ഓക്കെ അല്ലേ? കാരണം അത്ര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട് 4 തവണ. ഒരു സിംഗിൾ നോട്ടിൽ 4 തവണ ഞാൻ അത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത വോൾട്ടേജ് കൂടുന്നത്. എന്തിനാണ് ആ 4 തവണ എഴുതി പിടിപ്പിച്ചതെന്ന് അറിയാമോ? അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് ആ സാധനം. ഓക്കെ അല്ലേ? സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആര് കൂടും? ഇൻക്രീസ് വോൾട്ടേജ് റേറ്റിംഗ്. സെറ്റ് അല്ലേ? ഇനി അടുത്ത് സെഡിമെന്റ് സൾഫേഷൻ. അതും നമ്മൾ ഡിഫൻസ് ഓഫ് സെല്ല് പഠിച്ചതല്ലേ? സൾഫേഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററീസ് ഒക്കേഴ്സ് ഡ്യൂ ടു എന്താണ്? ഇൻകംപ്ലീറ്റ് ചാർജിങ്. അതാണ് എന്റെ കറക്റ്റ് ആൻസർ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന് എന്റെ എക്സൈറ്റ്മെന്റ് ആണ്. രണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡിഫിക്കൽട്ടി ലെവൽ. നമ്മളൊന്ന് മനസ്സ് വെച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും KSEB ഇലക്ട്രിസിറ്റി വർക്കർ ആയിട്ടുണ്ടാവും. ഞാൻ അത്രയും എഫേർട്ട് നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി ഇടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ കൂടെ നിൽക്കുക, പഠിക്കുക. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ആപ്പിന്റെ ലിങ്കും എല്ലാം കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ആപ്പിൽ കയറിയിട്ട് അതിനകത്ത് KCB മസ്ദൂർ ഇലക്ട്രിസിറ്റി വർക്കറിന്റെ കോഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കോഴ്സ് എടുക്കുമ്പോഴത്തേക്കും കണ്ടന്റ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെമോ ക്ലാസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്. ആ ഡെമോ ക്ലാസ്സിൽ കയറിയിട്ട് നിങ്ങൾ ക്ലാസ് കാണുക. ക്ലാസ് കണ്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോ കോഴ്സിൽ ജോയിൻ ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണെങ്കിൽ, ഞാൻ ഫുൾ ടൈം നിങ്ങളെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഓക്കെ അല്ലേ? അതിലൊരു സംശയം വേണ്ട. ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് 95+ മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത്രയും ഞാൻ എഫേർട്ട് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഈ 20 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ പഠിപ്പിച്ച സെഷനിൽ കിട്ടുന്നു എന്ന് വെച്ചാല്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ അതിന് പുറകിൽ ഇടുന്ന എഫേർട്ടാണ്. എന്ന് വെച്ചാൽ അരമണിക്കൂർ ക്ലാസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ പുറകിൽ ഇരുന്ന് പണിയെടുക്കും. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓരോ സെക്ഷനെയും കീറി മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? കൃത്യമായ കണ്ടന്റ് ഫോളോ തരുന്നത്. ഓക്കെ അല്ലേ? സോ അപ്പൊ നമുക്ക് ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.